ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പാസഞ്ചർ വിമാനം ഉണ്ടായിരുന്നു. കോൺകോർഡ് എന്ന ആ പാസഞ്ചർ വിമാനത്തിന്റെ ഒരു കഥയുണ്ട്, നോക്കണം. ശബ്ദത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം തുടങ്ങുന്നത് 1960കളിലാണ്. 1962 ആയപ്പോഴത്തേക്കും ബ്രിട്ടനും ഫ്രാൻസും ചേർന്നിട്ടൊരു പുതിയ പ്രൊജക്ട് തുടങ്ങി. ഇതിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പാസഞ്ചർ വിമാനം നിർമ്മിക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഏകദേശം ഒരു 69 ആയപ്പോഴത്തേക്കും അവർ അതിന്റെ ഒരു പുതിയ പ്രോട്ടോടൈപ്പ് രംഗത്തിറക്കി. അതിന് അവരിട്ട പേരായിരുന്നു കോൺകോർഡ്. പക്ഷെ അത് ഒരു കൊമേഴ്ഷ്യലി ഉപയോഗിക്കാൻ പറ്റിയ ഒരു രീതിയിലേക്ക് അപ്പോഴും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഒരുപാട് വർഷങ്ങളുടെ പരിശ്രമവും ഇൻവെസ്റ്റ്മെന്റും എല്ലാം കഴിഞ്ഞ ഏകദേശം 1979 ആയപ്പോഴാണ് അവർ ഇതിന്റെ ഒരു കൊമേഴ്ഷ്യൽ രീതിയിലുള്ള ഒരു വിമാനം നിർമ്മിച്ച് പുറത്തിറക്കിയത്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വിമാനത്തിന്റെ ഡിസൈൻ ആയിരുന്നു കോൺകോർഡിൻ്റെത്. ഡെൽറ്റ വിങ് ഡിസൈനും അതുപോലെ തന്നെ ലാൻഡിങ്ങിന്റെ സമയത്തും ടേക്ക് ഓഫിന്റെ സമയത്തും മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാവുന്ന ഒരു നോസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഡിസൈൻ ആയിരുന്നു കോൺകോർഡിൻ്റെത്. ബ്രിട്ടീഷ് എയർവേസും എയർ ഫ്രാൻസും ചേർന്ന് ലണ്ടൻ, ന്യൂയോർക്ക്, പാരീസ്, പിന്നെ വാഷിംഗ്ടൺ DC ഈ ഒരു സെക്ടറുകളിലായിരുന്നു അവരുടെ സർവീസ് പ്രധാനമായിട്ടും അവർ ആരംഭിച്ചു. സൂപ്പർസോണിക് പാസഞ്ചർ വിമാനം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഈ ഒരു കോൺകോർഡിന്. ഒന്നാമത്തെ കാര്യം അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു. ഏകദേശം $10,000. അന്നത്തെ കാലത്ത് $10,000 എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇത് സമ്പന്നരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം അതിൽ നിന്നും പുറത്തു വരുന്ന ഒരു സ്ഫോടനാത്മകമായ ശബ്ദമാണ്, സോണിക് ബൂം എന്ന് പറയുന്ന ഈ ശബ്ദം. ആ ശബ്ദം കാരണം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും തങ്ങളുടെ എയർ സ്പേസ് ഈ കോൺകോർഡിനെ ബാൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പ്രശ്നം അതിന്റെ ഫ്യൂൽ കൺസംഷനാണ്. ഒരു നോർമൽ വിമാനത്തിന് വേണ്ടതിനേക്കാൾ ഒരുപാട് ഇരട്ടി ഫ്യൂൽ അതിന് വേണമായിരുന്നു ഈ ഒരു സെക്ടർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുണ്ടാക്കുന്ന പൊല്യൂഷൻ വേറെ. സമ്പന്നർക്കിടയിൽ ഇതൊരു സ്റ്റാറ്റസ് സിമ്പൽ ആയതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ യഥാർത്ഥ പ്രതിസന്ധി വന്നത് 2000-ലാണ്. അത് പ്രതിസന്ധിയല്ല, ഒരു അപകടമായിരുന്നു. ഒരിക്കൽ പാരീസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഒരു കോൺകോർഡ് വിമാനം തീപിടിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തകർന്നു വീഴുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ ഏകദേശം 109 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരുപാട് പേർക്ക് കോൺഫിഡൻസ് നഷ്ടമായി ഈ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ളത്. അതായിരുന്നു കോൺകോർഡിനെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി. അങ്ങനെ ഒരു 2003 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് എയർവേസും എയർ ഫ്രാൻസും ഈ കോൺകോർഡിന്റെ സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പറഞ്ഞാൽ 2003 ഒക്ടോബർ 24 ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്നും എഡിൻബ്രോയിലേക്കും അതുപോലെ തന്നെ തിരിച്ചും സർവീസ് നടത്തിക്കൊണ്ടായിരുന്നു കോൺകോർഡിന്റെ അവസാനത്തെ ഫ്ലൈറ്റ്. അതിനുശേഷം കോൺകോർഡ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ലണ്ടനിലെയും ന്യൂയോർക്കിലെയും അതുപോലെ തന്നെ പാരീസിലെയും ഒക്കെ കുറച്ച് മ്യൂസിയങ്ങളിൽ ഇപ്പോഴും ഈ വിമാനം